ഹായ് കൂട്ടുകാരെ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് LDC ബൈ ട്രാൻസ്ഫറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 504/2023. അതിൻ്റെ ഭാഗം 7 കുറച്ച് ക്വസ്റ്റ്യനും കറണ്ട് ഫാക്ട്സും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കി ഭാഗങ്ങൾ കാണാത്തവർ, മുൻപത്തെ ഭാഗങ്ങൾ കാണാത്തവർ ചാനലിലുണ്ട്. 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും കയറിക്കണ്ട് പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ചോദ്യം 31. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഗ്രാമപഞ്ചായത്തുകൾക്ക് നികുതി ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 243H ആണ്. ഗ്രാമപഞ്ചായത്തുകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം 9 243 മുതൽ 243O വരെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളെക്കുറിച്ചാണ്. അതിൻ്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞതാണ് 243. ആർട്ടിക്കിൾ 243 പഞ്ചായത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 243A ഗ്രാമസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഗ്രാമസഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചതാണ് 243A. പഞ്ചായത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 243B. പഞ്ചായത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത് 243B. SC/ST വിഭാഗക്കാരുടെ സീറ്റ് റിസർവേഷനെ കുറിച്ച് ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ. കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 243D. സീറ്റ് റിസർവേഷൻ 243D. 243E അംഗങ്ങളുടെ കാലാവധിയെക്കുറിച്ചും 243F അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചും പരാമർശിക്കുന്നു. 243K ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ. ചോദിക്കാറുണ്ട് 243K ചോദിക്കാറുണ്ട്. H ചോദിച്ചു അല്ലേ. അടുത്ത ചോദ്യം 32 ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കൂ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്ത്? സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം പദ്ധതി സ്നേഹസാന്ത്വനം. 33. അയ്യങ്കാളിയുടെ ജീവിത ചരിത്രത്തിലെ ചില പ്രധാന സംഭവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായവ കണ്ടെത്തുക. 1893 വില്ലുവണ്ടി യാത്ര. 1905 നിലത്തെഴുത്ത് പള്ളിക്കൂടം സ്ഥാപിച്ചു. 1907 സാധുജന പരിപാലന സംഘം. 1910 തിരുവിതാംകൂർ പ്രജാസഭയിലെ അംഗമായി. ഇതിലേതാ ശരി എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം 1893 വില്ലുവണ്ടി യാത്ര. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. അയ്യങ്കാളിയെക്കുറിച്ച് നോക്കിയാൽ 1863 ഓഗസ്റ്റ് 28 ജനിച്ചു. ആളിക്കത്തിയ തീപ്പൊരി എന്നും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നും പുലയ രാജ എന്നൊക്കെ വിശേഷണങ്ങൾ അറിയപ്പെടുന്നു. പുലയ രാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധി. 1893 വില്ലുവണ്ടി യാത്ര നടത്തി. 1907 സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. 1915 ഊരൂട്ടമ്പൽ ലഹള. 1905 നിലത്തെഴുത്ത് പള്ളിക്കൂടം അല്ലെങ്കിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. 1911 ഡിസംബർ 5 മുതൽ തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1941 ജൂൺ 18 നിര്യാതനായി. 34. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏത്? ആൽഡോസ്റ്റിറോൺ ആണ്.
ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത്. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന സ്വേദരക്താണുക്കൾ ഏത്? സ്വേദരക്താണു ഏത്? വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്വേദരക്താണു ഈസ്നോഫിൽ. അടുത്ത 5 ക്വസ്റ്റ്യനുമായി ഉടനെ വരാം. സി യു.